ദുഃഖവാർത്ത. ഡൽഹി വെളിച്ചത്തിന്റെ ആഡംബരങ്ങൾക്കും കോടികളുടെ ബോക്സ് ഓഫീസ് ചർച്ചകൾക്കും അപ്പുറം മലയാളി സിനിമാ പ്രേമികളെയും ഇപ്പോഴും വിങ്ങലോടെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിയോഗമുണ്ട്. മലയാള സിനിമയിൽ 100-ലധികം ചിത്രങ്ങളിലൂടെ വില്ലൻ വേഷങ്ങളിലും മികച്ച സ്വഭാവ നടനായും തിളങ്ങിയ സന്തോഷ് കെ നായരുടെ വേർപാട്. നാളുകൾക്ക് മുൻപ് MC റോഡിലുണ്ടായ ആ കറുത്ത പുലരിയിലെ ഒരൊറ്റ വാഹനാപകടം നമ്മുടെ പ്രിയ താരത്തിന്റെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. അടൂർ ഏനാത്ത് വെച്ച് പുലർച്ചെ 6:30-യോടെയായിരുന്നു ആ ദാരുണമായ അപകടം സംഭവിച്ചത്. സന്തോഷ് കെ നായരും ഭാര്യ ശുഭശ്രീയും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ എതിരെ വന്ന പാഴ്സൽ ലോറിയുമായി അതിശക്തമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നീണ്ട നാളത്തെ ഇടനേരയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയ രംഗത്തേക്ക് ശക്തമായി തിരിച്ചു വന്ന ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയം നേടി ഓടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ വിധി വൈപരീത്യം. അപകടം നടന്ന നാളുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് തിയേറ്ററുകളിൽ മോഹിനിയാട്ടം വലിയൊരു ഹിറ്റ് ഓർമ്മയായി മാറുമ്പോഴും ആ ചിത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയുടെ കോമഡി കലർന്ന വേഷം കണ്ട പ്രേക്ഷകർ തിയേറ്ററുകളിൽ ഇന്നും ഓർക്കാറുണ്ട് ശ്രീ സന്തോഷിനെ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ശുഭശ്രീ നിലവിൽ പതുക്കെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു വരികയാണ്. ഒരു വർഷത്തിൽ 42 സിനിമകളിൽ വരെ അഭിനയിച്ച് റെക്കോർഡിട്ട ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്ന ആ MG കോളേജ് നായകനെ സഹപ്രവർത്തകർ ഇന്നും ആദരവോടെ ഓർക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ വലംകൈയായി വന്ന് നമ്മെ വിസ്മയിപ്പിച്ച ആ മുഖം ഇനി നമുക്ക് മുന്നിലില്ല. MC റോഡിലെ തുടർച്ചയായ അപകടങ്ങളെക്കുറിച്ച് വലിയ ഒരു ചർച്ചയ്ക്ക് ഈ മരണം വഴിവെച്ചെങ്കിലും ഒരു നല്ല കലാകാരനെയാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത്. പ്രിയ നടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.